നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈ TV കാണുന്ന പരിപാടിയില്ല, വർഷങ്ങളായിട്ട് TV കാണാറില്ല, വീട്ടിൽ TV ഇല്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും അറിഞ്ഞുകൂടാ. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ കാണും, അങ്ങനെയുള്ള പലരെയും അറിഞ്ഞുകൂടാ. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരണവാർത്ത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് രണ്ട് ബൈബിൾ വാക്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മറ്റൊന്ന്, കിങ് ശലോമൻ രാജാവ് പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞു, അനവധി സമ്പത്തിനേക്കാളും സൽകീർത്തിയും സൽപ്പേരുമാണ് നല്ലത്. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയാണ് നല്ലത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത വായിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അദ്ദേഹം എത്ര കണ്ട് സമ്പന്നനായിരുന്നു, അദ്ദേഹം പണ്ടെങ്ങനെയായിരുന്നു, പിന്നീട് അദ്ദേഹം വന്ന വഴികളും മറ്റും വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ രണ്ട് വാക്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ CJ റോയി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്തതാണ്. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അതൊരു കൊലപാതകമോ മറ്റോ അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹത്തെപ്പോലെയുള്ളൊരു മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്തു? അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പക്കൽ അളവില്ലാത്ത സമ്പത്തുണ്ടായിരുന്നു. ഞാനൊരു വാർത്തയിൽ വായിച്ചത് അദ്ദേഹം ഏതാണ്ട് 2006 മറ്റോ സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങിയിരുന്നു എന്നാണ്. അതും റെഡി ക്യാഷിന് വാങ്ങിയിരുന്നു എന്നാണ് വായിച്ചത്. അപ്പോൾ 20 കൊല്ലം മുമ്പ് സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങാൻ അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലും ദുബായിലും നമ്മുടെ രാജ്യത്തുമൊക്കെ അദ്ദേഹത്തിന് നിരവധി ആഡംബര വസതികളും ഒരുപാട് വില കൂടിയ വാഹനങ്ങളും മറ്റും അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം ഔന്നത്യത്തിൽ 57 വയസ്സ് മാത്രമേ ഉള്ളൂ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കെ അദ്ദേഹം ഇത്തരത്തിലൊരു മരണം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിലും രണ്ട് കാരണങ്ങൾ നമുക്ക് അനുമാനിക്കാൻ പറ്റും. അതിലൊന്ന്, അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നും അദ്ദേഹത്തിന് ഇത്രയേറെ പണം കിട്ടിയെന്നത് അവർ ഒരുപക്ഷെ പരിശോധിച്ച് കാണും. അവിടെ ആയിരിക്കണം അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായത്. കാരണം ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വളരെ പണ്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. 20 വർഷം മുമ്പാണ് അദ്ദേഹം തുടങ്ങിയെന്നാണ് പറയുന്നത്. 20 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനം വളരെ വേഗം രാജ്യവ്യാപകമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും വളർന്ന് വലുതാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് കടമൊന്നുമില്ലാതെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയേറെ പണം എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ലോകത്ത് എമ്പാടും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു ഷോയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ബോധപൂർവമായിട്ട് ഉണ്ടാക്കിയതും ഈ ലോകം എങ്ങനെ ആയിത്തീരണം എന്ന് വളരെ പണ്ട് തന്നെ ചിന്തിച്ചിരുന്ന ചില വ്യക്തികൾ അതിങ്ങനെ ആയിരിക്കും എന്ന് നമ്മളെ കാണിച്ചു തരികയുമാണ്. അതായത് ഒരു അടച്ചിട്ട വീടിൻ്റെ ഉള്ളിൽ ക്യാമറകളുടെ മുമ്പിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ബോസ്, ഒരു നേതാവ്. ഈ അവസ്ഥയാണ് നമ്മുടെ ലോകത്തിൻ്റേത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പണ്ടങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇതിങ്ങനെ ആയിത്തീരും എന്നത് നമ്മളെ അറിയിക്കുന്നതിനാണ് ഈ ഷോ തുടങ്ങിയത്. ഇത് നമ്മളെല്ലാവരും എപ്പോഴും നിരീക്ഷണത്തിലാണ്. നമ്മളെല്ലാവരും എപ്പോഴും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയേണ്ടവർ അറിയുന്നുണ്ട്. അതിനുവേണ്ട സംവിധാനങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആധാർ കാർഡ് എടുത്തു, ഇപ്പോൾ
എയിലാണെന്നുണ്ടെങ്കിൽ ഒരു UAE ID എടുത്തു. ഈ ID വെച്ചുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. ഈ ID നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ടും ലിങ്ക്ഡാണ്, ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്ത് ചെയ്താലും ശരി ഒരു ക്ലിക്കിൽ അറിയാൻ പറ്റും. അതുകൂടാതെ ഒരു മൊബൈൽ ഫോണില്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിലും ഇപ്പോൾ അതൊരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ അവിഭാജ്യ ഘടകമാക്കി മാറ്റാൻ വേണ്ടിയാണ് കൊറോണ പോലും വന്നത്. കാരണം കുട്ടികൾക്ക് പോലും അതുണ്ടാവണം എന്ന് ആരോ തീരുമാനിച്ചു. അതിന് ഒരു സാഹചര്യം വേണമായിരുന്നു. ആ സാഹചര്യം അവരുണ്ടാക്കി. ഓൺലൈൻ ക്ലാസ്സിനാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വാഹനം വാങ്ങണമെങ്കിൽ, വിൽക്കണമെങ്കിൽ, കരമടയ്ക്കണമെങ്കിൽ, എന്തിനും ഏതിനും മൊബൈൽ ഫോൺ വേണം. യഥാർത്ഥത്തിൽ മൊബൈൽ ഫോൺ എന്താണ്? അതൊരു ട്രാക്കിംഗ് ഡിവൈസാണ്. പണ്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചിരുന്നത് ദൂരെയുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ഒരു ചൂണ്ടയിൽ സ്വയം കൊരുത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂണ്ടയുടെ ചരടിരിക്കുന്നത് ആരുടെയോ കൈകളിലാണ്. ആ കൈകളാണ് ഞാൻ പറഞ്ഞ ബിഗ് ബോസിൻ്റെ കൈകൾ. ഈ ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഈ ലോകം എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ചിലരുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അവരുടെ തീരുമാനപ്രകാരം നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് പലയിടത്തും പല സർക്കാരുകൾ പോലും നടപ്പിലാക്കുന്നത്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവനെ ഒരു ദിവസം കൊണ്ട് തണ്ടിലേറ്റാനും തണ്ടിലേറിയവനെ ഒറ്റ ദിവസം കൊണ്ട് താഴെ ഇറക്കാനും പറ്റും. പലപ്പോഴും നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് മുളച്ചു പൊന്തി വലിയ വലിയ വളർച്ച കൈവരിക്കുന്ന പല സ്ഥാപനങ്ങളും ബിഗ് ബോസിൻ്റെ സംഭാവന കൊണ്ടും ബിഗ് ബോസിൻ്റെ താല്പര്യം കൊണ്ടും അങ്ങനെ ആവുന്നവരാണ്. അതിൻ്റെ പിന്നിൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തും ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ വളർത്തിയെടുക്കുന്നത് അവരുടെ ചില താല്പര്യങ്ങൾ അവിടെ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ്. കാരണം പണം കയ്യിലുള്ളവനെ ആരും ബഹുമാനിക്കും, ആരും ആദരിക്കും, അവർക്ക് എവിടെയും സ്ഥാനമുണ്ട്. അപ്പോൾ അത്തരക്കാരിലൂടെ സർക്കാരുകളെപ്പോലും സ്വാധീനിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പണമിറക്കി അങ്ങനെയുള്ളവരെ വളർത്തുകയും അവർക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ അവരെ തളർത്തുകയും ചെയ്യും. ഇത് ലോകമെമ്പാടും വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ CJ റോയി ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് മാറിയതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തുന്നതിൽ ഉണ്ടായ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നൊരു സാഹചര്യം വന്നതാണോ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു സാധ്യതയാണ്. രണ്ടാമത് ഉള്ള സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബോധപൂർവം തകർക്കാനായിട്ട് നടത്തിയ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന്, ചില സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവരോടൊപ്പം നിൽക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വലിയ ആൾക്കാർക്ക് പ്രശ്നം അവരുണ്ടാക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ പറഞ്ഞു വിട്ട് പല ആൾക്കാരെയും ആവശ്യമില്ലാതെ പീഡിപ്പിക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണോ CJ റോയ്ക്ക് ഉണ്ടായത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതായത് അദ്ദേഹം ഇപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുമായിട്ട് വലിയ ബന്ധമൊന്നും പുലർത്താതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു പണി കൊടുക്കണം എന്ന് അവർ തീരുമാനിച്ചതും അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ പെരുമാറിയതും, അപ്പോൾ അദ്ദേഹം എൻ്റെ ഇത്രയും കാലത്തെ അധ്വാനവും എൻ്റെ കഷ്ടപ്പാടും ഞാൻ ഉണ്ടാക്കി വെച്ച സൽപ്പേരുമെല്ലാം തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി മൂലം പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ എടുത്ത തീരുമാനമാണോ ഇതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ മരണത്തിൽ നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. ആ പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ തിരിച്ചറിയണം, നിങ്ങളുടെ സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെ അടിസ്ഥാനം സമ്പത്തല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, പമ്പര വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ പണത്തിൻ്റെ പിന്നാലെ കണ്ണും പൂട്ടി സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ പോയിട്ട് അബദ്ധം പറ്റുന്നുണ്ട്. അത് വേറൊരു വിഷയം. പല ഓൺലൈൻ തട്ടിപ്പുകാരും അവരെ ചൂഷണം ചെയ്ത് അവരുടെ പണമെല്ലാം അടിച്ചു മാറ്റുന്ന വാർത്ത നമ്മളെന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയാകുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ ആർത്തി വരുത്ത് പോകുന്ന ആൾക്കാർ, ഈ CJ റോയിയെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ
ഒരു വാഹനത്തിൻ്റെ ടയർ മാറാൻ അദ്ദേഹം 50 ലക്ഷം രൂപ മുടക്കിയെന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു. 50 ലക്ഷം രൂപ ഒരു വാഹനത്തിൻ്റെ ടയറുകൾക്ക് തന്നെ വിലയുണ്ട്. അത്രയ്ക്ക് വിലയേറിയ വാഹനമാണ് അദ്ദേഹം ദുബൈയിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രയേറെ പണമുണ്ടായിരുന്ന, സ്വന്തമായിട്ടൊരു വിമാനമുണ്ടായിരുന്ന ആ വ്യക്തി 57-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ നിന്നെങ്കിലും പഠിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കുന്ന പണമല്ല, മറിച്ച് അയാൾക്ക് ലഭിക്കുന്ന മനസമാധാനവും സന്തോഷവുമാണ്. ഞാനതാണ് ബൈബിൾ വാക്യം പറഞ്ഞത്. യേശുക്രിസ്തു പറയുകയാണ്, ഒരുവൻ സർവ്വലോകവും നേടിയാൽ, ഈ ലോകം മൊത്തം ഞാൻ നേടി, പക്ഷെ ഞാൻ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. എന്താണ് ആത്മാവ്? ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് നമ്മൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സത്ത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ മനുഷ്യത്വത്തോടെ ഒരു നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടണം. അതവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അവൻ്റെ മാനുഷിക ഗുണം അവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് നേടിയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഈ സത്ത എന്ന് പറയുമ്പോൾ സത്ത് എന്ന് വേണമെങ്കിലും പറയാം. സത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം, ഗുണം. ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ നമ്മൾ അയാൾ ചത്തുപോയി എന്ന് പറയാറുണ്ട്. ചത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്ത് പോവുക എന്നാണ്. സത്ത്, അയാളുടെ സത്ത് നഷ്ടപ്പെട്ടു, അതോടെ അയാൾ വെറും ശരീരമായിട്ട് മാറി. അപ്പോൾ ഒരു വ്യക്തി, ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്ന വ്യക്തി, അയാളുടെ മാനുഷിക ഗുണങ്ങൾക്ക്, അയാൾക്ക് മാത്രമേ ഒരു സഹാനുഭൂതിയുള്ള മറ്റു വ്യക്തികളെയും മറ്റ് ജീവികളെയും ഒക്കെ സ്നേഹിക്കാനും പരിരക്ഷിക്കാനും നന്മ പ്രസരിപ്പിക്കാനും ഒക്കെ കഴിയുള്ളൂ. ജീവജാലങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അവ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണ്. എന്നാൽ മനുഷ്യന് സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോലും പല നന്മകളും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നന്മകൾ പരിരക്ഷിച്ച് നിർത്തുന്ന ഒരു വ്യക്തിയെയാണ് വിജയിച്ച വ്യക്തിയായിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മളൊരു പത്രമെടുത്ത് വായിച്ചാൽ, മാധ്യമങ്ങളിൽ പോയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് സംസാരം. ഒരുത്തൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കൃഷി ചെയ്ത് എത്ര പണമുണ്ടാക്കി എന്നതാണ് പത്രക്കാർ എഴുതുന്നത്. നേരെ മറിച്ച് അവൻ ഉണ്ടാക്കിയ ഉൽപ്പന്നം എത്ര കണ്ട് ഗുണമുള്ളതാണ്, അവൻ കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എത്ര കണ്ട് ക്വാളിറ്റി ഉള്ളതാണ്, എത്ര നല്ലതാണ് എന്നതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഒരു കമ്പനി എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ആ കമ്പനിയുടെ ഉൽപ്പന്നം എത്ര നല്ലതാണ്, അവരുടെ സേവനം എത്ര നല്ലതാണ് എന്നതാരും നോക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും പണം പണം എന്ന ചിന്ത മാത്രം. ഗുണത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ എത്ര ലക്ഷം രൂപ ആയി എന്നതല്ലാതെ ആ ചികിത്സ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ എന്നാരും ചോദിക്കുന്നില്ല. എനിക്ക് ഇത്ര കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ വീടുണ്ട്, എനിക്ക് ഇത്ര ലക്ഷം രൂപ ഒരു മാസം വാടകയിനത്തിൽ കിട്ടുന്നുണ്ട്, എനിക്ക് ഇത്ര ലക്ഷം രൂപ പലിശ കിട്ടുന്നുണ്ട്, ഇത്ര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പണത്തിൻ്റെ കണക്ക് പറയുകയാണ്. ഇങ്ങനെ പറയുന്ന വ്യക്തിക്ക് രാവിലെ കഴിക്കാൻ 2 ദോശ മതി. ചില ആൾക്കാർക്ക് അത് കഴിക്കാൻ പറ്റില്ല. കാര്യം ഡോക്ടർ പറയും, നിങ്ങൾ ദോശ കഴിക്കരുത്, നിങ്ങൾ രാവിലെ കഞ്ഞി മാത്രമേ കുടിക്കാവൂ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 1 കിലോ ഗുളിക തിന്നണം, ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സാധനമേ കഴിക്കാവൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏത് വലിയ കോടീശ്വരനും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എന്തെങ്കിലും അല്പ സാധനം കഴിച്ച്, അല്പം ആഹാരം കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം അവൻ എഴുന്നേൽക്കുന്നു. അവനേക്കാൾ സുഖമായിട്ട് ജീവിക്കുന്നത് ദിവസവും അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഈ സാധാരണക്കാരൻ നോക്കുമ്പോൾ ആ പൈസ ഉള്ളവനാണ് എന്നേക്കാൾ സുഖമായിട്ട് ജീവിക്കുന്നത്, അവനെപ്പോലെ എനിക്കാകാൻ പറ്റുന്നില്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പണത്തിൻ്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ ചെന്ന് കുടുങ്ങുകയാണ്. പണം അവന് സന്തോഷം നൽകും എന്നാണ് അവൻ്റെ ധാരണ. ഞാൻ ജോലി ചെയ്യുന്ന ദുബൈയിലെ കമ്പനിയിലെ ഞങ്ങളുടെ സീനിയർ MD, അദ്ദേഹത്തിന് ഇപ്പോൾ 78-80 വയസ്സുണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു ബദാമിൻ്റെ മരം നിൽപ്പുണ്ട്. നല്ല മണ്ണൊക്കെയാണ് അവിടെ. ആ മണ്ണുള്ള സ്ഥലത്ത് ഒരു ബദാമിൻ്റെ മരം നിൽപ്പുണ്ട്. അദ്ദേഹം വരുന്ന വഴിക്ക് നട്ടുച്ചയ്ക്ക്, ചൂട് സമയമാണ്, ആ ബദാമിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പാകിസ്ഥാനി ലേബറാണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. നല്ല ഉറക്കം. പുള്ളി അവൻ്റെ ഉറക്കം കണ്ട് അവിടെ നിന്നിങ്ങനെ നോക്കി. എൻ്റെ ഈ MD എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യനാണ്, ഒരു സാധാരണ പണക്കാരൻ്റെ യാതൊരു അഹങ്കാരമില്ലാത്ത ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. അദ്ദേഹം ഇവൻ്റെ ഉറക്കം നോക്കിയിട്ട് കൂടെയുള്ളവരോട് പറയുകയാണ്, എനിക്ക് അവനോട് അസൂയ തോന്നുന്നു. ഞാൻ എൻ്റെ മുറിയിൽ AC റൂമിൽ നല്ല കട്ടിലിൽ കിടക്കുമ്പോൾ പോലും എനിക്ക് ഇത്ര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, അവനെ എത്ര സുഖമായിട്ട് ഉറങ്ങാൻ മതിമറന്ന് കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ പണം ഉണ്ടാക്കിയാൽ നമുക്കെല്ലാം കിട്ടും എന്നുള്ള ചിന്തയുള്ളവർ CJ റൂയിയെ കണ്ട് പഠിക്കണം. പണം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ കിട്ടില്ല. പണം ജീവിക്കാൻ ആവശ്യമാണ്, നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പണമല്ല നമുക്ക് ആവശ്യം, നമുക്ക് വേണ്ട ചില റിസോഴ്സസ് ആണ്.
ആ റിസോഴ്സസ് കിട്ടാൻ വേണ്ടി പണം ആവശ്യമാണെന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കുറേ ഏറെ പണമുണ്ട്, ഇവിടെ അരി വാങ്ങാൻ കിട്ടുന്നില്ല, നമ്മളെങ്ങനെ ചോറ് കഴിക്കും? എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, എനിക്ക് ചോറ് വേണം, പക്ഷേ അരിയില്ല, ഞാനെങ്ങനെ ചോറ് കഴിക്കും? ഗോതമ്പില്ല. അപ്പോൾ റിസോഴ്സസ് ആണ് പ്രധാനം, പണമല്ല. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടത് റിസോഴ്സസ് ആണെന്നും ആ റിസോഴ്സസ് വാങ്ങാൻ വേണ്ടിയാണ് പണം എന്ന് പറയുന്ന ടൂൾ വേണ്ടതെന്നും അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നുമാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഒരുവൻ സർവ്വലോകവും നേടിയാലും, ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഇദ്ദേഹം സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദേഹം റിയാലിറ്റി ഷോസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പണത്തിന് യാതൊരു ക്ഷാമവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള മനുഷ്യനായിരിക്കണം. എന്നാൽ അങ്ങനെയുള്ളവർ സന്തോഷവാന്മാരല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പലരുടെയും ഉദാഹരണത്തിൽ നിന്ന് പഠിച്ചിട്ടും നമ്മൾ തിരിച്ചറിയുന്നില്ല. മൈക്കിൾ ജാക്സന്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹം ലോകപ്രശസ്തനായിരുന്നു, കോടീശ്വരനായിരുന്നു, അദ്ദേഹത്തിന് ആരാധകർ ലോകമെമ്പാടുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് പണമല്ല നമുക്ക് സന്തോഷം നൽകുന്നത് എന്നുള്ളതാണ്. നമ്മളുണ്ടാക്കുന്ന സൽപ്പേര്, നമുക്കെപ്പോഴും സമാധാനം നൽകുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഭാവിയിൽ നമുക്ക് എങ്ങനെ ബാധകമായിട്ട് മാറും എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിലൂടെ തിരിച്ചുവിടുമ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോവുകയും മറ്റുള്ളവർ മുമ്പിൽ വലിയ ആളാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വഴിവിട്ട് സഞ്ചരിക്കും. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന സമീപനം എന്താണോ ആ സമീപനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ നല്ല വ്യക്തികളാക്കുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമുക്ക് നല്ല വ്യക്തിയായിട്ട് മാറാൻ പറ്റില്ല. അതുകൊണ്ട് CJ റോയ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന എന്തോ ഒന്ന് അദ്ദേഹം ജീവിതത്തിൽ നേരിട്ടപ്പോഴാണ്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കണം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് നമ്മൾ പഠിക്കുക. ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോ പാഠപുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. താങ്ക് യു.